വലിയ വിഷയമായിട്ട് തന്നെ നമ്മളതിനെ കാണുന്നു, കേൾക്കുന്നു, അത് ചർച്ച ചെയ്യും. ഈ ഭൂമിയുടെ പേരിൽ എത്ര കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്, എത്ര സമരങ്ങൾ നടക്കുന്നുണ്ട്, എത്ര വെടിവെപ്പുകൾ നടക്കുന്നുണ്ട്. ഇന്നൊന്നിനെ തുടങ്ങിയതല്ല കേരളത്തിൽ. ഈ അടുത്ത സമയത്ത് തന്നെ ഭൂസമരം ചെയ്ത് എത്ര പേര് മരിച്ചിട്ടുണ്ട്. ഇതൊക്കെ രക്തസാക്ഷിത്വം വഹിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഇടവഴി സംസാരിച്ചപ്പോൾ ചെങ്ങലയിലെ സമരം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്ന്, ഒരുപാട് സ്ത്രീകൾ ബലാത്സംഗത്തിനിരയായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ചെങ്ങലയിലെ ഭൂസമരമായിട്ട് ഇപ്പോൾ അരിപ്പയിലെ ഭൂസമരം നടന്നുകൊണ്ടിരിക്കുന്നു. അരിപ്പയിലെ ഭൂസമരത്തിനും അതുപോലെ തന്നെ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ച് അവരേതാണ്ട് 15 വർഷക്കാലമായിട്ട് ഇപ്പോൾ സമരം നടക്കുകയാണ്. അതുപോലെ ഈ ഭൂസമരം എന്ന് പറയുന്ന കേരളത്തിൽ, അതുപോലെ നിലമ്പൂര് ആദിവാസികൾ നടത്തുന്ന, നമ്മുടെ ചിത്രയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമരം, അങ്ങനെ അനവധി സമരങ്ങൾ ഈ ഭൂമിയിൽ ഇപ്പോൾ ഈ കേരളത്തിൽ ചെറുതും വലുതുമായ സമരങ്ങൾ നടക്കും. ഇതൊന്നും ഒരു സമരത്തിന് ഒരു വിജയസാധ്യത ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട് വിജയസാധ്യത ഉണ്ടാകുന്നില്ല എന്ന് ചോദിച്ചാൽ, നമുക്ക് മുമ്പേ അധ്യക്ഷൻ പറഞ്ഞ ഒരു പ്രധാനമായ ഒരു പോയിന്റ്, ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി സംസാരിക്കുവാൻ നിയമസഭയെ കൊണ്ട് പാർലമെൻറ്റിൽ ആരും ഇല്ല എന്നുള്ളത്. നമ്മുടെ വോട്ടുകൾ മേടിക്കാൻ വേണ്ടി മാത്രമല്ലാതെ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുത്തിനെ പോലും ഇതുവരെ ഒരിടത്തും കിട്ടിയിട്ടില്ല. ആ കിട്ടിയിട്ട് ഇന്നുവരെ കിട്ടിയിട്ടില്ല. അത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും BJP ആയാലും ഏത് പക്ഷമായാലും അവരവരുടേതായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, ഭൂമിയുടെ കാര്യം പറയുമ്പോൾ ആർക്കും വലിയ താല്പര്യമില്ല. വേറെ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും ഇപ്പം തന്നെ ഏകയാറ്റിനെ ഒരു ക്ഷമാപണം നടത്തി കഴിഞ്ഞു. നിങ്ങളൊക്കെ അറിഞ്ഞതാണ്. മുത്തിങ്ങൽ സംഭവത്തിന് വെടിവെപ്പിനെ കുറിച്ചൊരു ക്ഷമാപണം നടത്തി. നരവേട്ട എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം ക്ഷമാപണം എന്ന് നടത്തുന്നത് ആ നരവേട്ടയിൽ അനൗദ്യോഗികപരമായി പ്രഖ്യാപിച്ചത് ഒരാളാണെങ്കിലും അന്നത്തെ ന്യൂസ് ആ സമയത്തെ ന്യൂസിൽ ഞാനിതറിയുന്നത് രാത്രി 10 മണിക്ക് അറിയും. ആ 10 മണിക്കത്തെ ന്യൂസിൽ അറിയുന്ന 17 പേര് മരിച്ചെന്നാണ് അറിയുന്നത്. പിറ്റേ ദിവസത്തെ പത്രത്തിൽ ആളുടെ പേര് വന്ന 5 കിട്ടി. പലപത്രം എഴുതി. അന്ന് ആ ഫയറിൽ 17 പേര് മരിച്ചെന്നാണ് അറിയുന്നത്. അതിനുശേഷം എത്രയോ പേര് മരിച്ചിട്ടുണ്ട്. ആരും പറഞ്ഞു സിംഗജാൻ പോലും അത് പുറത്തുവിടാൻ തയ്യാറല്ല. കാര്യം എന്ന് പറഞ്ഞാൽ സിംഗജാനോ ഇതിനകത്ത് അത് പുറത്തുവിടാൻ തയ്യാറല്ലെന്ന് പറയാൻ കാരണം അതിലുണ്ടാകുന്ന രാഷ്ട്രീയം, അതിലുണ്ടാകുന്ന പ്രശ്നം വളരെ നിസ്സാരമല്ല. ഈ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ അവർ മറച്ചു വെച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. നരവേട്ട കുറേ കാര്യങ്ങൾ നരവേട്ട പറഞ്ഞ ചില കാര്യങ്ങളിൽ വസ്തുതകളുമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് സമരമെന്ന് പറയുന്നത് നിസ്സാരമല്ല. അത്തരത്തിലൊരു സമരത്തിലൊന്നും ഈ ഇരിക്കുന്നവരാരും പങ്കെടുത്തിട്ടില്ല. ഉണ്ടോ ഉള്ളവരാരും കൂടെ പറ. നിങ്ങൾ നമ്മളൊരു കുശലം പറയുന്നത് ഇവിടെ വന്നിരിക്കുന്നു, കുറേ കാര്യങ്ങൾ കേൾക്കുന്നു, മെമ്മോറാണ്ടം കൊടുക്കുന്നു, അപേക്ഷ കൊടുക്കുന്നു, കിട്ടുന്നതിൽ ഒരു വീതം ഇവിടെ കൊടുക്കുന്നു, പോകുന്നു. ഭൂമി ഒന്ന് കിട്ടും, അർത്ഥയോ ഇത്രയൊക്കെ ഉള്ളൂ. മേലാണെങ്കിൽ പണി ചെയ്യുന്നവരാ വൈകി ഭൂമി മേടിക്കുന്നു. ആണോ? ഉള്ള കാര്യങ്ങൾ കിട്ടുന്നവരാണോ? കരയ്ക്കരുന്നോ പോയി ഇങ്ങനെ വെള്ളം തൊഴിലിന് വെയിലും കിട്ടത്തില്ല. മനസ്സിലായി? ആ കരയ്ക്ക് തൊഴിലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല. കടത്തിലിറങ്ങി ഇറങ്ങണം. അതിന് അന്നോടെ ഉള്ളവർക്ക് ഭൂമി കിട്ടും, സമരത്തിൽ കിട്ടും. അത് ആരും കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ രാത്രി 2 മണി വരെ ഇരുന്ന് ആലോചിച്ചു. ഈ ഭൂമിയിൽ ഇരുന്ന് അത് ആലോചിച്ചു. ഇവിടെ കിടന്ന് തുടങ്ങി നേരം നിർത്താൻ പോയി. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇവിടെ വന്നു പോയി. ഈ ചെറിയ കാര്യമാണ്. അദ്ദേഹത്തിന് നോട്ടീസ് വന്നോ വിളിച്ചു കൂട്ടിയ പേരെ ചർച്ച ചെയ്യും. കുറേ കാര്യങ്ങളുണ്ട്. ഭൂമി കിട്ടാനും അതിനകത്തൊരു സാധ്യതയുണ്ട്. ചെറിയൊരു കാര്യം ശതമാനം ഉള്ളെങ്കിലും ആ ചെറിയ സമുദായം വിളിച്ച് വേണം നമുക്ക് മുന്നോട്ട് കടന്നു പോകാം. അപ്പം അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ വിളിച്ചു കൂട്ടിയതിന് പ്രധാനമായ ലക്ഷ്യം, അല്ലേ?